തെരഞ്ഞെടുപ്പ് തുടങ്ങി അതിനുശേഷം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ UDF ഒരു ചരിത്ര വിജയം നേടാൻ പോവുകയാണ്. 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് കേരളത്തിലെ ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. 70% പഞ്ചായത്തുകൾ അന്ന് വിജയിക്കുകയുണ്ടായി. ഇപ്പോൾ അതിനേക്കാൾ വലിയ വിജയം ഉണ്ടാകാൻ പോവുകയാണ്. കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ചും ഈ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവരോടും കടുത്ത പ്രതിഷേധത്തിലാണ്. ഇനിയും ശബരിമല കൊള്ള നടത്തിയ ആളുകളെ ഇനിയും കയ്യാമം വെച്ച് ജയിലിലടക്കേണ്ടിയിരിക്കുന്നു. അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, അയ്യപ്പനോട് കളിച്ചിട്ടുള്ളവരാരും രക്ഷപ്പെട്ടിട്ടില്ല. ഇത് വൻതോതിൽ വലിയ ആളുകൾ ഇനി കുടുങ്ങേണ്ടിയിരിക്കുന്നു. അവരെത്ര വലിയവരാണെങ്കിലും നിയമത്തിന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരേണ്ടി വരും, നിയമത്തിന് മുമ്പിൽ വരും. തന്നെയുമല്ല, വിലക്കയറ്റം കൊണ്ടും തൊഴിലില്ലായ്മ കൊണ്ടും കഷ്ടപ്പെടുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിന് എങ്ങനെ വോട്ട് ചെയ്യാൻ കഴിയും? സർക്കാർ വിരുദ്ധ വികാരം വളരെ ശക്തമാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ UDF ഒരു ചരിത്ര വിജയം ഉണ്ടാകും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് എനിക്ക്. എങ്ങനെയാണ് UDFന്റെ ഒരു പ്രതീക്ഷ എന്താണ്? ഞാനിപ്പോൾ കേരളത്തിലെ എല്ലായിടത്തും പ്രചരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പോയിരുന്നു. ഇന്നലെ പാലക്കാടും മലപ്പുറത്തുമായി. കേരളത്തിൽ ആകമാനം ഒരു നല്ല മാറ്റമാണ് ദൃശ്യമായിട്ടുള്ളത്. ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള നല്ല മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അതാണ് ജനങ്ങളുടെ പ്രതിഫലനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെന്താണ് കാരണമായിട്ട് വരുന്നത്? അത് നിലവിലുള്ള സർക്കാരിനോട് അപ്രീതി ജനങ്ങൾക്കുണ്ടെന്ന് വ്യക്തമായിട്ടും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ അവർക്ക് അപ്രീതിയുണ്ട്. നിലവിലുള്ള ഭരണത്തോട് മടുപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചിന്താഗതി ജനങ്ങൾക്കുണ്ട്. കൃത്യമായിട്ടും പരിപാടിയുമായിട്ടാണ് ഐക്യജനാധിപത്യ മുന്നണി വന്നിരിക്കുന്നത്. ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രിക ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് UDFന് അനുകൂലമായ ഒരു വോട്ടുണ്ടാകും. UDFന് നല്ല മുന്നേറ്റം ഉണ്ടാകും. എടുത്തോളൂ.